ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മലബാറിലൊക്കെ പാൽ വാഴക്ക അല്ലെങ്കിൽ കായ്ക്കറി എന്നൊക്കെ ഇത് അറിയപ്പെടും. നെയ്യിൽ വാട്ടിയെടുത്ത നേന്ത്രപ്പഴം ചേർത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പായസമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ, അതുപോലെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ പായസം ഉണ്ടാക്കാൻ ഞാൻ അത്യാവശ്യം പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്യൂബ്സ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ പഴം മുഴുവൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് സാബുനരി ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് സാബുനരിയാണ് എടുക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് ഞാൻ സാബുനരി അളന്നെടുത്തത്. അതേ കപ്പിൽ 5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് സാബുനരി വേവിക്കുന്നത്. സാബുനരി വെന്തതിന് ശേഷം ഊറ്റിയെടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അതൊരു 3/4 വേവായാൽ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അത് വെന്ത് ഒരു ഭാഗം കുഴഞ്ഞു ഉടഞ്ഞു പോയ പോലെ തോന്നും. ഞാൻ ചെറിയ ടൈപ്പിലുള്ള ഒരു സാബുനരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ. അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പാൽ ചേർത്ത് തിളപ്പിക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിക്കോളും. പക്ഷെ അത് മുഴുവനായിട്ട് വേവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ല, ഇതിലിപ്പോഴും സാബുനരിയുടെ ആ വെള്ള കളർ മുഴുവനായിട്ട് മാറിയിട്ടില്ല. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ലിറ്റർ ഫുൾ ഫാറ്റ് പാലാണ് ചേർക്കുന്നത്. ലോങ് ലൈഫ് പാലാണിത്. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ലോങ് ലൈഫ് പാൽ തന്നെയാണ് ചേർക്കാറുള്ളത്. ഇതിന് ഫ്രഷ് മിൽക്കിനേക്കാൾ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. അതുമാത്രമല്ല, ഫ്രഷ് മിൽക്ക് വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റും ലോങ് ലൈഫ് പാൽ വെച്ചുണ്ടാക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി അധികം ഉള്ളത് കൊണ്ട് ഞാൻ ഏകദേശം 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുത്തേക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് 1/2 ലിറ്റർ പാലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് അപ്പുറത്തെ ബർണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാൽ നന്നായി തിളച്ചൊന്ന് കുറുകി വരണം. ആ സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ആ നെയ്യിൽ തന്നെ പഴം ഒന്ന് വാട്ടിയെടുക്കാം. പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടായാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ചേർക്കാം. മുന്തിരി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കത് കോരിയെടുത്തതിന് ശേഷം പഴം അതേ നെയ്യിലേക്ക് ചേർത്ത് വാട്ടിയെടുക്കാം. ഇപ്പോൾ പഴം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാല് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ പഴം നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് പാലൊന്ന് തിളപ്പിക്കാം. ഇപ്പം ആ പഴത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ പായസത്തിൽ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഫ്ലെയിം ഓഫാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. ഇനി കുറച്ചുകൂടെ ഒന്ന് ചൂടാറിയാൽ പായസം ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം.
വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാലോ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഇതുവരെ ഈ പായസം ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.